ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്തു. INS ദുനഗിരി, INS ആഗ്രേ, INS സൻശോധക് എന്നീ കപ്പലുകളാണ് ഇപ്പോൾ ഇനി കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ ഭാഗമായി പ്രധാനമന്ത്രി സംസാരിക്കുന്നത്. साथियों, शिपिंग सेक्टर के लिए 70,000 करोड़ रुपए का जो प्रोत्साहन पैकेज घोषित किया गया है वह केवल एक आर्थिक निर्णय नहीं है, वह भारत के समुद्री भविष्य में निवेश है, वह भारत के औद्योगिक विस्तार में निवेश है. साथियों, भारत आज अपने पूरे मैरीटाइम इकोसिस्टम को सशक्त बना रहा है. इसलिए आज भारत अपने बंदरगाहों का आधुनिकीकरण कर रहा है, नई क्षमता तैयार कर रहा है, नई कनेक्टिविटी बना रहा है, नदी जलमार्गों का विस्तार कर रहा है. മൾട്ടി അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ അർജുൻ. നാവികസേനയുടെ ശക്തി വർദ്ധിപ്പിക്കാനായി 3 യുദ്ധക്കപ്പൽ കൂടിയാണ് ഇന്നിപ്പോൾ പുതിയതായി കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. അതും കൊൽക്കത്തയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ഈ കമ്മീഷൻ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. INS ദുനഗിരി, INS ആഗ്രേ, അതുപോലെ തന്നെ INS സൻശോധക്, ഈ 3 കപ്പലുകളാണ് ഇപ്പോൾ എന്തായാലും നാവികസേനയുടെ ഭാഗമാകുന്നത്. 3 കപ്പലുകൾക്കും അതായത് വേറിട്ട കഴിവുകളാണുള്ളത്, വേറിട്ട പ്രാധാന്യങ്ങളാണുള്ളത്. ഏറ്റവും എടുത്തു പറയുന്നത് INS ദുനഗിരി എന്ന് പറയുന്ന കപ്പലാണ്. ഏറ്റവും നൂതനമായിട്ടുള്ള ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് ആണ്, അതായത് ഒരു പോർ കപ്പൽ തന്നെയാണ്. അതിൽ ബ്രഹ്മോസ് മിസൈലുകൾ വഹിക്കാനുള്ള ശേഷിയുണ്ട്. ഒപ്പം തന്നെ സർഫസ് ടു സർഫസ്, സർഫസ് ടു എയർ മിസൈലുകൾ അടക്കം വഹിക്കാനുള്ള ശേഷിയും, അതുപോലെ തന്നെ നൂതന സ്കാനിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത് INS ആഗ്രയാണ്. നിലവിൽ ഈ അന്തർവാഹിനികൾ തകർക്കാനുള്ള ശേഷി ഇന്ത്യൻ കപ്പലുകൾക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ചും കടലിനടിയിലൂടെയുള്ള യുദ്ധങ്ങളടക്കം ഇപ്പോൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ്. INS ആഗ്രേ എന്ന് പറയുന്നത് ഈ അന്തർവാഹിനികളെ, സബ്മറൈനുകളെ തിരഞ്ഞു പിടിച്ച് അതിനെ ആക്രമിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഉള്ളതാണ്. ടോർപിഡോ അടക്കമുള്ള മിസൈലുകളുണ്ട്. അതുപോലെ തന്നെ നൂതനമായിട്ടുള്ള മറ്റ് ഈ സ്കാനിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താനുള്ള സജ്ജീകരണങ്ങളും ആ ഒരു കപ്പലിലുണ്ട്. മൂന്നാമത്തേത് INS സൻശോധക് എന്ന് പറയുന്ന കപ്പലാണത്. തീരദേശവും അതുപോലെ തന്നെ സമുദ്ര മേഖലയും പൂർണ്ണമായും നിരീക്ഷിക്കാൻ കൽപ്പുള്ള ഏറ്റവും പുതിയ ആധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കപ്പലാണ് ഈ INS സൻശോധക് എന്ന് പറയുന്നത്. അതിലൂടെ നിലവിൽ വലിയ തോതിൽ സമുദ്രതലത്തിലുള്ള നമുക്കുള്ള ഒരു മേൽക്കൈ അത് വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.